പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബഹുമാന്യനായ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സരിത, മറ്റു നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മറ്റു ജനപ്രതിനിധികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, പെരുമാതുറയുടെ ദീർഘനാളത്തെ ഒരു അഭിലാഷമായിരുന്നു ഈ തീരദേശ റോഡ് എന്നുള്ളത്. എത്രയോ വർഷങ്ങളായി നമ്മൾ ഇതിനു വേണ്ടി പുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരത്തെ MLA നമുക്കൊരു 65 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചായിരുന്നു. അത് നമ്മുടെ ഈ ഇവിടെ മുതല് ഹാർബർ മുതല് ഒറ്റപ്പന വരെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 3 മീറ്റർ വീതി. ആ 3 മീറ്റർ വീതിയിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു MLAയുടെ അഭിപ്രായവും. പക്ഷെ നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് കോഴി മണലാണ്. ഈ മണലിലൂടെ 3 മീറ്റർ കൂടി ഉള്ള ഒരു റോഡിലൂടെ ഒരു വണ്ടി പോയാൽ മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനോ മറ്റൊന്നും കഴിയാത്ത ഒരു സ്ഥിതി വിശേഷം വരും. വണ്ടി ഓടിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ വരും എന്നുള്ള ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ബന്ധപ്പെട്ട നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ബൈപ്പാസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റോഡ് കുറച്ചുകൂടി വീതിക്കെടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു അഭിപ്രായം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നാലും നല്ല രീതിയിൽ 8 മീറ്റർ വീതി നമ്മൾ എടുത്തിട്ടാണ് ഈ റോഡിന്റെ പണി. 5.5 മീറ്റർ വീതിയിൽ റോഡ് ടാറിനും ബാക്കി 2 സൈഡും ഓരോ മീറ്റർ വീതം കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ആ റോഡിന്റെ സൈഡ് റോഡുകളെല്ലാം ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഏതാണ്ട് 1,03 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഈ 800 മീറ്റർ ദൂരത്തില് നമുക്ക് ഈ പണി ഇപ്പൊ പൂർത്തീകരിക്കാൻ കഴിയും. ഇനി ഇതിന്റെ ബാക്കി 650 മീറ്റർ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് പൂർത്തിയാകുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ മറ്റ് ആ പ്രദേശവാസികളും എല്ലാം പല രീതിയിൽ അതിനെ പറയുന്നു. പക്ഷെ അതിനൊന്നും തന്നെ യാതൊരു രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ തന്നെ അതിന്റെ എല്ലാ എസ്റ്റിമേറ്റുകളും എടുത്തു. ഏതാണ്ട് മന്ത്രിയുടെ ചേംബറിൽ വരെ അത് എത്തിയിരിക്കുകയാണ് അതിന്റെ ഫയലുകൾ. പക്ഷെ ഫണ്ടിന്റെ ലഭ്യത കാരണം മാത്രമാണ് ഇപ്പോഴത് ചെയ്യാൻ കഴിയാത്തത്. എന്തായിരുന്നാലും ഈ വരുന്ന ജൂണിന് മുമ്പ് ആ പണി പൂർത്തീകരിക്കും. അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ നമുക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏതാണ്ട് ഒരു 8 ലക്ഷം രൂപയോളം വരുന്ന ഫണ്ട് നമ്മളെ പഞ്ചായത്ത് മെമ്പർ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ആ പണി ഒന്ന് തുടങ്ങി വെക്കാൻ കഴിയും. ആ രീതിയിൽ ഉള്ള ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒപ്പം ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുള്ളത്, നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ഈ സാധനം വർഷങ്ങളായി അതിന്റെ പണി പൂർത്തിയായി ഇതൊരു അനാഥമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു ഡെപ്പോറും കേൾവിയില്ലാത്ത രീതിയിൽ അനാഥമായി കിടക്കുന്ന ഒരു അവസ്ഥയിലെത്തിക്കുകയാണ്. ഇതിനകത്ത് എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇപ്പൊ നടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നമ്മള് പഞ്ചായത്തിനോട് ഇതിന്റെ ബന്ധപ്പെട്ട ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥര് പഞ്ചായത്തിന് ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേൾക്കാത്ത താമസം നമ്മൾ തീരുമാനമാക്കി കൊടുത്തു, നമ്മൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് വന്നൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എത്രയാണോ ഇതിന്റെ വരുമാനം കിട്ടുന്നത്, വരുമാനത്തിന്റെ 15% ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തരണം. അതും നമ്മളെ സംബന്ധിച്ച് ഇന്നലെ മെനഞ്ഞാന്ന് നമ്മളോട് പറയുന്നു, ഇന്നലെ തീരുമാനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ഇത് പഞ്ചായത്തിന് ഇത് വിട്ടുകിട്ടുമെന്നുള്ള ഒരു ഉറപ്പായി. അത്യാവശ്യം ഇതിൽ ചെയ്യേണ്ട ചെറിയ അറ്റകുറ്റപ്പണികളെല്ലാം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് ചെയ്തു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വളരെ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഇതിന്റെ പരിസരവും ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെറിയ പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ നിന്നതാണ്. അവരോടെല്ലാം ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ ഏക ആവശ്യം ഇതാണ്,
ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വൃത്തിഹീനമായ ഒരു ഭാഗത്തിന് ഇങ്ങനെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അതിന് പരിഹാരം ചെയ്യാനായിട്ട് പഞ്ചായത്തിന് പറ്റുമോ? പഞ്ചായത്ത് ഉറപ്പ് വന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഇല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഉറപ്പായിട്ടും നമുക്ക് ഇത് വിട്ടുകിട്ടിയതായിട്ട് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇതിന്റെ പരിസരമെല്ലാം തന്നെ JCB ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി നമുക്ക് ആൾക്കാർക്ക് സഞ്ചാരികൾ വന്നാൽ ഇവിടെ ഇരിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അതിന് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല നല്ല ചെടികളൊക്കെ ഇവിടെ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ വെച്ച് വളരെ ഭംഗിയാക്കി എടുക്കാൻ ഇതിന് കഴിയും. പക്ഷെ ഇതെല്ലാം വിജയിക്കണമെങ്കിൽ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവും. നമ്മളൊരു പച്ചല വെച്ച് കഴിഞ്ഞാൽ ആ പച്ചലയെ നുള്ളിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞേക്കരുത്. നമ്മളെ വീട്ടിലൊരു ചെടി നമ്മൾ വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതേ രീതിയിൽ അതിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മാറ്റിയെടുത്താൽ ഇതിന്റെ ഗുണം ലഭിക്കുന്നത് ഈ പ്രദേശവാസികൾക്കാണ്, വെളിയിൽ നിന്ന് വരുന്നവർക്കല്ല. എല്ലാ രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങളും ചെറിയ ചെറിയ ബിസിനസ്സുകളായിരുന്നാലും എല്ലാം തന്നെ ഈ നാട്ടുകാർക്കാണ് അതിന്റെ ഉപയോഗപ്പെടുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ, ചെറുപ്പക്കാർ കുറെ പേര് എന്നെ നേരത്തെ കണ്ടിരുന്നു, അവരെല്ലാം പറയുന്ന അവരുടെ പൂർണ്ണമായ സപ്പോർട്ട്. നിങ്ങൾ പഞ്ചായത്ത് എന്ത് കാര്യം ചെയ്യുന്നോ ആ ചെയ്യുന്നതിന് എന്തെല്ലാം രീതിയിൽ അത്യാവശ്യം വേണ്ടി വന്നാൽ പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും വേണ്ടി വന്നാൽ സാമ്പത്തികമായി ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ ഒരു വിഹിതം വേണമെങ്കിൽ തരാമെന്നുള്ള രീതിയിൽ അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്. ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ഈ പ്രദേശം ഈ വന്ന് കാണുന്ന വിദേശത്ത് വെളിയിൽ നിന്ന് വന്ന് കാണുന്നവരെല്ലാം തന്നെ ഇത്രയും ഭംഗിയായ ഒരു സ്ഥലം, ഇത്രയും ബീച്ച് തീരദേശത്ത് ലഭിക്കുന്ന ഒരു പ്രദേശം വേറെ എവിടെയുണ്ട്? ഇതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല, ഈ നാട്ടുകാർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതിയാണ് അവരും നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്തായിരുന്നാലും ഇത് നമ്മളെ പഞ്ചായത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. MLAക്ക് ഇനിയും 2 പരിപാടികളിൽ പോയി പങ്കെടുക്കാനുള്ളതാണ്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആദ്യമായിട്ട് ഇതിന്റെ ഒരുപാട് നാളത്തെ MLAയുടെ പരിശ്രമപരമായിട്ടാണ് നമുക്ക് ഈ 1,03,00,000 രൂപ MLA അത് അനുവദിച്ചത്. അതിന്റെ പേരിൽ MLA കുറെ പരിഭവങ്ങളും പരാതികളും കേട്ടിട്ടുണ്ട്. ഇവരെങ്കിൽ പഞ്ചായത്ത് മാത്രമാണ് നിങ്ങളുടെ മണ്ഡലത്തിലുള്ളത്. അഞ്ചുതെങ്ങ് പഞ്ചായത്തിലെ അഴൂർ പഞ്ചായത്തിൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ MLA ഫണ്ട് വെച്ചു. ഏറെ ആദരവോടുകൂടി ബഹുമാന്യനായ MLA ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇതിന്റെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മന്ത്രി, പ്രമുഖ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരുകളാണ്. അദ്ദേഹം അതിന്റെ വീഡിയോ ഇവിടെ ഇടുന്നതായിരിക്കും. അതിലൂടെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ചെറിയ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ഏതാണ്ട് 10-20ഓളം വർക്കുകൾ ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് കഴിഞ്ഞ നിയമസഭ കൂടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ഇങ്ങനെ ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചത്. നിയമസഭ നടത്തുന്നതുകൊണ്ട് മന്ത്രിക്ക് നേരിട്ട് വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ പല കാരണങ്ങളാൽ നടന്നിട്ട് പോയതാണ്. എങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സന്ദേശം, ഉദ്ഘാടന പ്രസംഗം ഓൺലൈനായി നമുക്ക് കേൾക്കാൻ സജ്ജമാക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് സമയം ക്രമീകരിച്ചിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ മുട്ടപ്പുറത്ത് അവിടെയും ഇതുപോലെ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷകരമായ കാര്യം, ഞാനിന്ന് രാവിലെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വർക്കുകളുടെ അവലോകനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ച് രാവിലെ നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ ഒരു വിഷയമാണ് നമ്മളിന്ന് ഇവിടെ കൂടുന്ന ഈ ടൂറിസം പ്രോജക്റ്റ്. ഇത് 3 കോടിയോളം രൂപ 2 ഘട്ടങ്ങളിലായി വിനിയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന സംവിധാനം ഉണ്ടാക്കിയത്. ഇത് ഞാൻ ആദ്യ MLA ആയ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 വർഷത്തിന് മുമ്പ് AS കിട്ടിയതാണ്. അതൊന്ന് പൂർത്തിയാക്കാൻ തുടങ്ങാനേ സാധിച്ചില്ല, പല കാരണങ്ങളാണ്. പിന്നെ ആ പ്രോജക്റ്റ് രണ്ടാമത് റിലീസ് ചെയ്ത് മന്ത്രിസഭ മാറിയപ്പോൾ
ആദ്യം കിട്ടിയ പ്രാധാന്യം നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയില്ല. അങ്ങനെ പല കാരണങ്ങളാണ് മാറി. പിന്നെ അത് റിവൈസ് ചെയ്താണ് 3 കോടി എന്ന രീതിയിൽ ഇതിനെ ടെൻഡർ നടപടിയിലേക്ക് പോയി. അപ്പോൾ ഈ വർക്ക് എടുത്ത കോൺട്രാക്ടർ നമുക്കൊക്കെ ചെറിയ സുരക്ഷിതരാണ്. അത് എവിടെ വർക്ക് എടുത്താലും സൃഷ്ടിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വളരെ നമുക്കൊന്നും അത് എന്താ പറയുക, ഇതിൻ്റെ വർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് മുമ്പ് പല വർക്കിൽ നിങ്ങൾ എടുത്തു പോരാകരുത്, സമയബന്ധിതമായി തീർക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. ഞാൻ മകനോട് പറഞ്ഞു, അച്ഛൻ എന്തായാലും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പം താങ്കൾ ഇത് വന്ന് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടത് നടത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ പയ്യൻ ചെറുപ്പക്കാരനാണ്, എഞ്ചിനീയറാണ്, തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും സംഭവിച്ചില്ല. ഒരുപാട് പ്രാവശ്യം അയാൾക്ക് ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു. 5-6 പ്രാവശ്യം ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു. ഒരുപാട് പ്രാവശ്യം, നിരവധി പ്രാവശ്യം അയാളെ നമ്മൾ പല രീതിയിലും സ്വാധീനിച്ചു. അപ്പോൾ എങ്ങനെയും അയാളെ കൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായി. എന്തായാലും അയാളത് പൂർത്തിയാക്കി. അതിന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയേറെ ബുദ്ധിമുട്ടി. വർക്ക് ഏറ്റെടുത്ത് ചെയ്ത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പ്രോജക്റ്റ് ടൂറിസം വകുപ്പിൻ്റെ. ഇപ്പോൾ ടൂറിസം ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ടൂറിസത്തിനെ ഏൽപ്പിച്ചു. അപ്പം നമ്മൾ മീറ്റിംഗ് കൂടി റിവ്യൂ നടത്തുമ്പോൾ ടൂറിസത്തിൻ്റെ ഈ പ്രോജക്റ്റ് നടപ്പാക്കില്ല. അത് കമ്മീഷൻ ചെയ്യാൻ, അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ. അത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ടായി. അതിൻ്റെ ഫലമായി കണ്ട ഒരു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചേംബറിലും ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടത്തി. കാരണം എത്രയും കോടി രൂപ ചെലവഴിച്ച് വളരെ പ്രതീക്ഷയോട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ജനങ്ങൾക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന് പിന്നെ അവസാനം ഒരു പരിഹാരം കണ്ടതാണ് ഗ്രാമപഞ്ചായത്തിനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. ടൂറിസത്തിന് നേരിട്ട് നടപ്പാക്കുകയാണെങ്കിൽ അവർ തന്നെ ഏജൻസികളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടൂറിസം കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അത് നടത്തും. അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഗ്രാമപഞ്ചായത്തിനെ തന്നെ ചുമതലപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും ഗ്രാമപഞ്ചായത്ത് അത് 2 കൈയും നിർത്തിയപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെയേറെ സൗഹൃദാർഹമായ രീതിയിലൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് ഇത് ആഘോഷപൂർവ്വം ഇതിൻ്റെ ആവശ്യമായുള്ള മീറ്റിംഗ്സൊക്കെ ഹാർബറിനെയും കൂടെ സഹകരിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് ആഘോഷപൂർവ്വം നടത്തണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കുറേ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ മുതാക്കൾ നമ്മുടെ ഏതാണ്ട് 5 ഗ്രാമപഞ്ചായത്തുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തീരദേശ ഗ്രാമങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 റോഡുകൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത 4 റോഡുകൾ, ഇന്നലെ കടയ്ക്കാവ് റോഡ്, പിന്നെ അരൂർ ഗ്രാമപഞ്ചായത്ത് റോഡ്, പിന്നെ കടലംകുളം, ഇതുപോലെ ഇത് ചെറിയ ഈ 4 റോഡുകളുടെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് 4ാമത്തെ റോഡാണിത്. 1 കോടി രൂപ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി 2 കോടിയോളം രൂപ, 2 കോടി 2.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ 4 റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം ഞാൻ മനസ്സിലാക്കിയ സാമ്പത്തിക വർഷമാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ പീരീഡിൽ തന്നെ ഏതാണ്ട് 10 കോടിയിൽ പരം രൂപ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആറുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വരും 1 വർഷം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ആ 1 വർഷത്തിലൂടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് നമ്മളിനി പ്രതീക്ഷിച്ച് പെൻഡിങ് ആണ്. കുറേ പ്രോജക്റ്റുകൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്ത കൂടുതൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി വർക്ക് കൂടി
നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് മുമ്പിലുണ്ട്. അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് ആ പണി കൂടി നമ്മൾ പൂർത്തിയാക്കും. ടാങ്കോട്ട് MSS എന്നിവ ചെയ്ത റോഡ് പ്രവർത്തനത്തിന് പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി RCC സൈഡ് വാൾ കൂടെ 790 മീറ്ററിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തിക്ക് അയച്ച നാട്ടുകാർ, പ്രത്യേകിച്ച് വാർഡ് മെമ്പർ, പ്രസിഡന്റ്, MLA എന്നിവരുടെ ഹാർമോണിയം വകുപ്പിന്റെ പേരിൽ നന്ദിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ പ്രസിഡന്റുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വാഹിദ്, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കനായ മന്ത്രി സജീവ് ചെറിയാൻ, ബഹുമാനിക്കുന്നു. നമുക്കിവിടെ ഈ തീരദേശത്തെ ഈ നിവാസികൾ വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇന്ത്യയിലെ കൂടി റോഡ് പോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യമാകാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും മൊത്തം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 800 മീറ്ററോളം ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ട് കൂടി ഉടനെ തന്നെ അനുവദിക്കുമെന്നതാണ് പറയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ എൻ്റെ ബ്ലോക്കിൻ്റെ ചെറിയൊരു ഫണ്ട് ഉപയോഗിച്ച് അതല്ല കടലിൽ കലക്കുന്ന മാതിരിയാണ്. എന്നിരുന്നാലും പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. അപ്പോൾ അതിന് ഈ എല്ലാ വിധത്തിലും എല്ലാ ആശംസകളും അറിയിക്കുന്നുണ്ട്. പകരാധ്യക്ഷനായതാണ്. മറ്റു വാക്കുകളൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ഒരു റോഡ് ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുപ്പിച്ചുള്ള ഒരു റോഡാണ്. നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞത് തീരദേശ വികസനത്തിനായി തന്നെയാണ് മന്ത്രിയുടെ ഫണ്ടുകൾ കൂടുതലും വിനിയോഗിക്കുന്നത്. നമ്മുടെ പണ്ട് കാലത്തെ നമ്മുടെ തീരദേശത്ത് എനിക്കറിയാം, ഇവിടെ ഒരു വീട് കത്തിപ്പോയപ്പോൾ ഇവിടെ വരാനായിട്ട് ഫയർ എഞ്ചിനൊക്കെ വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കത് അണയ്ക്കാനായിട്ടും ഫയർ എഞ്ചിന് വരാൻ സാധിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് യാതൊരു പാടുമില്ല. വീട് തീപിടിക്കണമെന്നല്ല, പക്ഷെ നമ്മുടെ ഏതൊരു കാര്യത്തിനും സുഗമമായി സഞ്ചരിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്കായിരുന്നാലും ഇവിടെ തീരദേശവാസികൾക്കായിരുന്നാലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു റോഡ് വന്നത് വളരെ ഭാഗ്യമാണ്. അത് ഇവിടെ നന്നായി തന്നെ ചെലവഴിച്ച് നന്നായി ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇനി മറ്റ് മെമ്പർമാര് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ബഹുമാനിയായ ഈ വാർഡിലെ മെമ്പർ ശ്രീമതി ഫാത്തിമ ഷാക്കിറിനെ നന്ദി പറയുന്നതിനായി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ചെറിയ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റു മെമ്പർമാരെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥര്, ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവരും, നമ്മൾ ഈ തീരദേശ റോഡിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു റോഡ് എന്തുമാത്രം ഉപയോഗം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. നമ്മളേറെ നാളെ ആഗ്രഹിച്ചാണ് ഈ ഒരു റോഡ് ഇവിടെ കിട്ടിയത്. ബാക്കി കുറച്ച് ഭാഗം കൂടെ ചെയ്യാനുണ്ട്. അതീ പറഞ്ഞതുപോലെ ജൂണിന് മുമ്പായിട്ട് തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കും. അപ്പം കൂടുതലൊന്നും സംസാരിക്കുന്നതിന്റെ കർത്തവ്യത്തിലോട്ട് വരുന്നു. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്